നിങ്ങൾ ആലോചിക്കണം. നബിദിനത്തെ കുറിച്ച് സുന്നി പ്രസിദ്ധീകരണത്തിൽ വന്ന 2 പരാമർശവും 3-മതൊരു പരാമർശവും നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. സാമ്പിൾ ഇതാ. അപ്പോ ഇതിപ്പോ ജനുവരിയായി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആവുമ്പോ തകൃതിയായല്ലോ, ടുണ്ടുണ്ടുണ്ടും പിപ്പി തുടങ്ങാനായല്ലോ. അപ്പോ നിങ്ങൾ ശരിക്കും ആലോചിക്കേണ്ടതാ. ഇത് അൽ മുഅല്ലിം മാസിക, എന്താണ് അൽ മുഅല്ലിം മാസിക 2006 ജനുവരിയിലെ അൽ മുഅല്ലിം മാസികയാണ്. 2006 കുറച്ച കാലമായിട്ടേ ഉള്ളൂ, അധിക കാലം ആയിട്ടില്ല. അൽ മുഅല്ലിം മാസികയിൽ ഒരു ലേഖനം. ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. എന്ത്? ഇത് ഞങ്ങളെ പ്രസിദ്ധീകരണത്തിൽ എഴുതി എന്താ പറയാ, കണ്ടോ വഹാബിന്റെ അൽമനാറിലെ ലേഖനം എന്ന് പറഞ്ഞ് ഈ ഉദ്ധരണി പറയും. ഈ ഉദ്ധരണി കേട്ടോ എന്ത്? ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നോ? നിലവിലില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല. കണ്ടോ, റസൂല് പറയുന്നെന്താ? സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതും നരകത്തിൽ നിങ്ങളെ മോചിപ്പിക്കുന്ന എല്ലാം ഞാൻ പഠിപ്പിച്ചേ. ഈ സുന്നികൾ എന്നെ തുറന്നു പറയാ എന്ത്? നബിദിനത്തെ പറ്റി നബി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഈ 2 വാചകവും വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിക്ക്. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒക്കെ ഞാൻ പഠിപ്പിച്ചു, നരകത്തുനിന്ന് മോചിപ്പിക്കുന്ന ഒക്കെ പഠിപ്പിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് സുന്നികൾ പറയാ എന്ത്? നബിദിനത്തെ കുറിച്ച് നബി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. എന്ത് മനസ്സിലായി? സ്വർഗത്തിലേക്ക് പോകാൻ നബിദിനം ആവശ്യമില്ല, മറിച്ച് നരകത്തിലേക്ക് പോകാനേ അത് കാരണമാകൂ. കാരണം അത് പഠിപ്പിക്കാത്തൊരു ബിദ്അത്താണ്. ഇത്ര ക്ലിയർ ആയിട്ട് നിങ്ങളെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയപ്പോ മുജാഹിദുകൾ ഒന്നുകൂടി ഉഷാറായി. ഞങ്ങൾ പറയുന്നതിന് തെളിവുള്ളൂ. നിങ്ങൾ തെളിവ് തന്നപ്പോ ഞങ്ങൾ സ്വീകരിച്ചു. നിങ്ങൾ എഴുതിയ തെളിവ് നിങ്ങൾ സ്വീകരിച്ചില്ല. നിങ്ങൾ തെളിവ് തന്നപ്പോ തെളിവാന്ന് ബോധ്യപ്പെട്ട് നിങ്ങളെ പോലും നോക്കാതെ ഞങ്ങൾ സ്വീകരിച്ചു. എഴുതി ഞങ്ങൾ സ്വീകരിച്ചില്ല. ഇനി അടുത്ത് കേട്ടോളൂ. സുന്നി വോയിസ്. എന്ത് വോയിസ്? സുന്നി വോയിസ്. 2000 ജൂലൈ 16 to 31 മൗലിദ് പണ്ഡിത നിലപാടുകൾ. ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ മൗലിദ് ആഘോഷത്തെ പറ്റി ചോദിച്ചു. ഇബ്നു ഹജർ എന്നവരോട് ചോദിക്കുകയുണ്ടായി. അപ്പൊ ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അടിസ്ഥാനപരമായി മൗലിദ് ബിദ്അത്താണ്. അടിസ്ഥാനപരമായി ബിദ്അത്താണ്. പിന്നെ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല ഇത്. എന്ത്? നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കി. 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിങ്ങള്. അപ്പൊ മുജാഹിദുകൾ എന്ത് വിചാരിച്ചെന്നറിയോ? മഹത്തുക്കളായ മുസ്ലിങ്ങളുടെ പാരമ്പര്യം സ്വീകരിച്ച് മഹത്തുക്കളായ മുസ്ലിങ്ങളാകാൻ തീരുമാനിച്ചു. മഹത്തുക്കളായ മുസ്ലിങ്ങളുടെ ചര്യ വിറ്റ് നശിച്ച മുസ്ലിം സമൂഹമാകാൻ നിങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ വേദനിച്ചു. നിങ്ങളോട് മഹത്തുക്കളാകാൻ ഞങ്ങൾ പറയുന്നു. സുന്നി വോയിസ് പറഞ്ഞ പോലെ സുന്നി വോയിസ് പറഞ്ഞു മഹത്തുക്കൾ ആചരിക്കുന്നില്ല, അതുകൊണ്ട് മഹത്വമുള്ള മുജാഹിദുകൾ ആചരിക്കുന്നില്ല. എന്നാൽ ഇത് രണ്ടും വായിച്ച് നിങ്ങൾ കേട്ടല്ലോ. ഇത് രണ്ടും ഇവരുടെ പ്രസിദ്ധീകരണ. 2007 കാന്തപുര ഉസ്താദിന്റെ ഒരു വെടി, ഭയങ്കര വെടി. മാധ്യമ ദിനപത്രത്തിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2007 ഏപ്രിലിൽ വന്ന് ഏപ്രിൽ 8-ാം തീയതി അവിടെ തിരുവനന്തപുരത്ത് നിന്ന് നബിദിനം ഉദ്ഘാടനം ചെയ്യാൻ പ്രവാചക സ്നേഹ സംഗമം ശ്രദ്ധേയമായി. തിരുവനന്തപുരം പ്രവാചക ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി SYS-ഉം SSF-ഉം ചേർന്ന് പ്രവാചക സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. അഖിലേന്ത്യ, അങ്ങനെ പറഞ്ഞാലേ കുറച്ച് ഓൽക്കുരു ഉഷാറായ. സുന്നി ഉലമാ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. ഇനി മുഖ്യ പ്രഭാഷണം കേട്ടോളിട്ടോ. ഇത് രണ്ടും ഓർക്കണം. എന്നിട്ട് കാന്തപുരം ഉസ്താദിനെ ഓർക്കണം. എന്നിട്ട് ഇവരെ പറ്റി നിങ്ങൾ ഒരു വിലയിരുത്തൽ. ജനങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന സദസ്സുകൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കുക ഒരു നല്ല വാചക. അത്രയും പറഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം. അടുത്തും കൂടെ കേട്ടോളി. അത് കേൾക്കുമ്പോഴാണ് ഞെട്ടുക. ജനങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന സദസ്സുകൾ തന്നെയാണെന്ന് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം ഓതിക്കേൾപ്പിച്ചു. അൽ മുഅല്ലിം മാസികർ എന്താ പറയണേ? നബിയോ സഹാബത്തോ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല, അതുകൊണ്ട് നബി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നബിക്ക് ഖുർആൻ തിരിഞ്ഞില്ല എന്ന് കാന്തപുരോ? നിങ്ങളെ ഉസ്താദുമാര് ചെയ്യുന്ന അക്രമം ചില്ലറയല്ല.
നിങ്ങൾ ഉസ്താദുമാര് പറയണെന്തറിയോ, നബിക്ക് ഖുർആൻ ആയത്ത് തിരിഞ്ഞില്ല എന്ന്. വേറൊരു ചങ്ങായി ഉണ്ടല്ലോ, ഏത് ഈ ഹംസക്കോയ ബാക്കവി മുന്നിയൂർ, മൂപ്പര് പറയുന്ന 40 ആയത്തുണ്ട് നബിദിനം കൊണ്ടാടാൻ. അപ്പൊ ഇവര് തന്നെ പറയാണ് സഹാബികളൊന്നും നബിദിനം കൊണ്ടാ. അപ്പൊ ഇന്ന് 40 ആയത്ത് പിട്ടിന് കൂട്ടിയതായിരുന്നവര് ആണോ? പിട്ടിന് ഭയം കൂട്ടുന്ന വൈരി കൂട്ടിയതായിരുന്നു. ഈ 40 ആയത്ത് നബിക്ക് തിരിഞ്ഞില്ല എന്നാ പറയണത്. ഇവർക്ക് തോന്നിയാസം ചെയ്യാൻ നബീനെയാണ് ചീത്ത പറയണത്. നബി ഖുർആൻ ആയത്ത് പഠിക്കാത്തവനാണ്. റസൂൽ നോക്ക് നിങ്ങള്, മനുഷ്യർ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ഏറ്റവും ഉത്തമ സദസ്സ് നബിയുടെ ജന്മദിനം കൊണ്ടാടുന്ന സദസ്സാണ്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാ കാന്തപുരം പറയണത്. അത് റസൂൽ മൂടി വെച്ചോ. AP സുന്നി ഈമാൻ ഉണ്ടെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ല്, ദീന ആചരിക്ക്, അള്ളാന്റെ മതം അനുസരിച്ച് ജീവിക്ക്, ഈ ജാതിനൊക്കെ ഒഴിവാക്ക്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പച്ചക്ക്? ഇത് പച്ച മലയാളത്തിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അപ്പൊ നിങ്ങളോട് അറബിയിൽ ഖുർആനും ഹദീസും ഉദ്ധരിക്കണത് മലയാളത്തിൽ എഴുതി മനസ്സിലാവുന്നുണ്ടോ മനുഷ്യന്മാർക്ക്? ഞാൻ എന്തിനാ അതിങ്ങനെ ദേഷ്യം പിടിക്കണത്? ദേഷ്യം പിടിക്കണത് എന്തിനാണെന്നറിയ നിങ്ങള്? മൂസാ നബി ഫിറൗന്റെ അടുത്ത് ചെന്നപ്പോ ഫഖൂലാലഹു ഖൗലൻ ലയ്യിന എന്ന് പറഞ്ഞിട്ടാ ചെന്നത്. കാരണം ഫിറൗന് ദീനും അറിയില്ല, ഇസ്ലാം അറിയില്ല. ദീൻ അറിഞ്ഞ ഹാറൂൻ നബിനെ താടി പിടിച്ചിങ്ങോട്ട് വലിക്കയത്, തൗറാത്തിന്റെ ഏട് വലിച്ചെറിഞ്ഞു. മുസ്ലിം ഉമ്മത്ത് പേച്ചു പോയപ്പോ ആ ഉമ്മത്ത് ഖുർആനും സുന്നത്തും കിട്ടിയിട്ട് പോലും ഇവിടുത്തെ മറ്റ് ഹൈന്ദവരെക്കാൾ പിഴച്ചുപോയി എന്ന് കാണുമ്പോ സങ്കടമുണ്ട് സഹോദര. പള്ളിയിൽ മൂത്രയിച്ച അറാബിയോട് നബി മാന്യായി പെരുമാറി. പള്ളിയിൽ ഖുർആൻ കൂടുതൽ ഓതിയ സാബിനോട് ചൂടാകുകയും ചെയ്തു. എന്തുകൊണ്ട്? ഒരു മുസ്ലിമിന് തെറ്റ് പറ്റാൻ പാടില്ല. അതുകൊണ്ടാ അത് പറയുന്നത്. എന്തിനാ ഞങ്ങൾ മുസ്ലിങ്ങളോട് ചൂടാകണത്? മുസ്ലിങ്ങളോട് ഏറ്റവും സ്നേഹം ഉണ്ടായിട്ട് ഹൃദയം തുറന്നാ പറയുന്നത്. പടച്ചോനോർത്ത് നിങ്ങൾ കേൾക്കി.